രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിനെ മനുഷ്യനെന്ന് ധരിക്കുന്നത് ഏറ്റവും വലിയ അബദ്ധമാണ്. അദ്ദേഹം മനുഷ്യനല്ല. ഇത്രയും കാലത്തെ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിലേക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ വ്യക്തമായിത്തീരും. മനുഷ്യർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊന്നുമല്ല രാമൻ ചെയ്തിരിക്കുന്നത്. സാക്ഷാൽ പരമാത്മാവിന് മാത്രം സാധിക്കുന്ന കാര്യങ്ങൾ. അതിൽ നിന്ന് തന്നെ രാമനെ മനുഷ്യനെന്നുള്ളതായ ആ പരിഗണനയിൽ നിന്ന് പരമാത്മാവ് തന്നെയാണ് എന്നുള്ള തിരിച്ചറിവിലേക്ക് ഉയർന്ന് കാണുവാൻ വിഭീഷണൻ രാവണനെ ഉപദേശിക്കുന്നു. ഈ ലോകത്ത് ആർക്കും ഞാൻ വലിയ ധീരനാണ്, വീരനാണ്, സൈനിക ശക്തിയുടെ ഉടമയാണ് എന്നൊക്കെ വിചാരിക്കുന്ന ആർക്കും പലരോടും കലഹത്തിന് പുറപ്പെടാൻ കഴിയും. ദേവന്മാരോടും കലഹിക്കാം. ഒരുപക്ഷെ ജയിക്കുകയോ അല്ലെങ്കിൽ പരാജയപ്പെടുകയോ ഒക്കെ ചെയ്തു എന്ന് വരാം. പക്ഷേ ശ്രീരാമനോട് കലഹം തുടങ്ങിയാൽ ആരും ശരണമില്ലെന്നതറിയണം. വിഭീഷണൻ രാവണനോട് ഉറപ്പായി പറഞ്ഞു. മറ്റ് ദേവന്മാരോട് ഏറ്റുമുട്ടുന്ന പോലെയല്ല രാമനോട് കലഹം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആശ്രയം വേറൊന്നും ഉണ്ടാവില്ല. മറ്റ് ഒരൊറ്റ ദേവനും രാമബാണങ്ങളെ തടഞ്ഞു നിർത്തുവാനുള്ളതായ ശേഷിയില്ല എന്ന് അറിയുക. അതുകൊണ്ട് ശ്രീരാമചന്ദ്രൻ്റെ മുന്നിൽ എത്തിച്ചേർന്ന് ജാനകീദേവിയെ രാമന് സമർപ്പിക്കുക. അതുമാത്രമാണ് നിനക്ക് ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ചെയ്യാനുള്ളത്. വിഭീഷണൻ കാര്യകാരണ സഹിതം കരണീയമായിട്ടുള്ളത് എന്ത് എന്ന് ബോധ്യപ്പെടുത്തി കഴിയുമ്പോൾ രാവണന് ഉണ്ടായ തിരിച്ചറിവില്ല, പിന്നെയോ ക്രോധമായിരുന്നു. രാവണന്റെ 2 കണ്ണുകളും ചുവന്നു, 20 കണ്ണുകളും ചുവന്നു. രാവണൻ പറഞ്ഞു, ശത്രുക്കളല്ല ശത്രുക്കളാകുന്നതും മിത്രഭാവത്തോട് അരികെ വരുവിന ശത്രുക്കൾ ആകുന്ന ദേവനും. ശത്രുക്കൾ എന്ന ലോകത്ത് പ്രസിദ്ധരായിട്ടുള്ള ആളുകളല്ല ശത്രുക്കളാകുന്നത്. പിന്നെയോ മിത്രം എന്നുള്ള ഭാവത്തോടുകൂടി അടുത്ത് കൂട്ടുകൂടി വസിക്കുന്നവരാണ് ശത്രുവായി തീരുന്നത്. ഇവിടെ അനുജൻ എന്നുള്ള മട്ടിൽ എന്നോടൊപ്പം ഇത്രയും കാലം കഴിഞ്ഞ വിഭീഷണ, നീ രാമനേക്കാൾ കടുത്ത ശത്രുവാണ്. നിന്നെ പോലുള്ള ആളുകൾ നിനക്ക് സഹായം തന്ന, നിനക്ക് ആശ്രയം തന്ന ആളുകളെ ഏതു പ്രകാരത്തിലാണ് ഉപദ്രവിക്കുന്നതെന്നറിയുമോ? മൃത്യു വരുത്തും അവരെന്ന് നിർണയം. ഇങ്ങനെ മിത്രമെന്നുള്ള നാട്യത്തോടുകൂടി വസിക്കുന്ന ആളുകളെ മൃത്യു വരുത്തി തീർക്കും, മരണത്തെ ഉളവാക്കി തീർക്കും. അതുകൊണ്ട് നീ യഥാർത്ഥത്തിൽ എൻ്റെ ശത്രുവാണ്, രാമനല്ല. ഇങ്ങനെ വളരെ കോപത്തോടു കൂടിയിട്ട് രാവണൻ വിഭീഷണനോട് മറുപടി പറയുമ്പോൾ വിഭീഷണൻ ചിന്തിച്ചു. അദ്ദേഹം ഭാഗവതോത്തമനാണല്ലോ. മൃത്യുവശഗതനായ പുരുഷന് സിദ്ധൌഷധങ്ങളും ഏൽക്കയില്ലേതുമേ. മരണത്തിൻ്റെ പിടിയിൽ പെട്ടുപോയ മനുഷ്യന് സിദ്ധൌഷധങ്ങൾ പോലും ഫലിക്കില്ല, അവ പോലും പരാജയപ്പെട്ടു പോകും.
അതുകൊണ്ട് പറഞ്ഞു കൊടുക്കേണ്ടതെല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തു. ഇതൊന്നും രാവണനിൽ ഭരിക്കില്ല. രാവണനെ മരണം സമീപിച്ചു കഴിഞ്ഞിരിക്കുന്നു. രാവണനോട് വിഭീഷണൻ പറഞ്ഞു, എന്നുടെ താതന് തുല്യനല്ലോ ഭവാൻ. എൻ്റെ അച്ഛന് തുല്യനാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങ്. അതുകൊണ്ട് താവകമായ നിയോഗം അനുഷ്ഠിപ്പൻ ആവത്തെല്ലാമത് സൗഖ്യമല്ലോ മമ. അങ്ങയുടെ നിയോഗത്തെ, അങ്ങയുടെ കൽപ്പനയെ ഞാൻ എൻ്റെ കഴിവിനനുസരിച്ച് നടപ്പിലാക്കിക്കൊള്ളാം. എന്നാൽ രാവണൻ കൊടുത്തതായ നിർദ്ദേശം, നീ രാമൻ്റെ പക്കലേക്ക് പോയിക്കൊള്ളുക. നിനക്ക് രാമനാണ് ശരിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ രാമനെ ചെന്ന് സേവിച്ചു കൊണ്ടാലും രാമനെ നീ പോയി ആശ്രയിക്കുക, സേവിക്കുക. അതുകൊണ്ട് എനിക്ക് യാതൊരു ആമയവുമില്ല, ദുഃഖവുമില്ല. നീ ഇവിടെ നിന്ന് പോകാതെ ഇവിടെ തന്നെ തങ്ങിയാലോ പോകാതിരിക്കലോ മമ ചന്ദ്രഹാസത്തിന് ഇന്ന് ഏകാന്ത ഭോജനമായി വരും നീയടോ. നീ ഇവിടെ നിന്നിട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ, എത്രയും വേഗം എൻ്റെ മുന്നിൽ നിന്നിട്ട് ഓടി മറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ചന്ദ്രഹാസത്തിന് നീ ഭക്ഷണമായി തീരും. അതുകൊണ്ട് പോയിക്കൊള്ളുക. വിഭീഷണൻ പറഞ്ഞു, അങ്ങയുടെ കൽപ്പന ഞാൻ അനുസരിച്ചു കൊള്ളാം. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എന്നെ സംബന്ധിച്ചിടത്തോളം പിതാവിനെ പോലെയാണ്. പിതാവിൻ്റെ കൽപ്പനയെ പുത്രൻ അനുസരിക്കണമല്ലോ. ഇങ്ങനെ രാവണനോട് പറഞ്ഞ് പിന്നെ മനസ്സിൽ അയാൾ ചിന്തിച്ചു, ഉറപ്പിച്ചു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാക്ഷസ വംശത്തിന് നാശം ഉടനെ തന്നെ ഉണ്ടാകും. അത് ഉണ്ടാകുന്നതിന് മുമ്പേ ദാശരഥിയെ ശരണം പ്രാപിച്ചുകൊള്ളാം എന്ന് ചിന്തിച്ച് 4 മന്ത്രിമാരോടൊപ്പം വളരെ വേഗത്തിൽ ആകാശമാർഗത്തിലൂടെ ഉത്തരദിക്കിലേക്ക് പോയി സമുദ്രം കടന്ന് ആകാശത്ത് നിന്നുകൊണ്ട് ശ്രീരാമചന്ദ്രൻ ഇരിക്കുന്നതിന് നേരെ മുകളിൽ ചെന്ന് നിന്ന് വളരെ വ്യക്തമായ വാക്കുകളോടെ, നിറഞ്ഞ ഭക്തിയോടെ ശ്രീരാമചന്ദ്രനെ സ്തുതിക്കാനായിട്ട് ആരംഭിച്ചു. രാമ രമാരമണ ത്രിലോകീപതേ എന്നിങ്ങനെ ആരംഭിക്കുന്നു വിഭീഷണന്റെ സ്തുതി. അധ്യാത്മരാമായണത്തിലെ പവിത്രമാണ് എല്ലാ ഭാഗങ്ങളുമെങ്കിലും വിഭീഷണ സ്തുതിക്ക് ഒരു പ്രത്യേക പ്രാധാന്യമുണ്ട്. അത് ഇവിടെ ആരംഭിക്കുന്നു. താൻ ആരാണോ എന്ന് വിഭീഷണൻ ആദ്യമേ തന്നെ രാമനെ പറഞ്ഞ് കേൾപ്പിക്കുകയാണ് ആകാശത്ത് നിന്നുകൊണ്ട്. രാവണൻ തന്നോട് സോദരൻ ഞാൻ, തവ സേവാർത്ഥമായി വിടകൊണ്ടേൻ ദയാനിധേ. ഞാൻ രാവണന്റെ അനുജനാണ്, സഹോദരനാണ്. രാവണ സമീപത്ത് നിന്ന് ഇതാ അങ്ങയുടെ അരികിലേക്ക് വന്നിരിക്കുന്നു. എന്തിന്? അങ്ങയെ സേവിക്കുന്നതിന് വേണ്ടിയിട്ട്. അല്ലയോ ദയാനിധേ, ദയയുടെ നിധിയായിട്ടുള്ളവനെ, അങ്ങ് എൻ്റെ ഈ പ്രാർത്ഥനയെ, അങ്ങയെ സേവിക്കുവാനുള്ള അവസരം എനിക്ക് തരണമെന്നുള്ളതായ പ്രാർത്ഥനയെ സ്വീകരിക്കണം, അങ്ങ് അംഗീകരിക്കണം, എന്നെ അനുഗ്രഹിക്കണം. ഇങ്ങനെ ആകാശത്ത് നിന്നുകൊണ്ട് വിഭീഷണൻ രാമനെ സ്തുതിച്ച് ശരണപ്രാർത്ഥന ചെയ്യുന്ന അവസരത്തിൽ ശ്രീരാമചന്ദ്രൻ സുഗ്രീവനോട് ചോദിച്ചു, സുഗ്രീവ, ഇതാ വിഭീഷണൻ ശരണാഗതനായി വന്നിരിക്കുന്നു, അങ്ങയുടെ അഭിപ്രായം എന്താണ്? വിഭീഷണന്റെ ഈ ആഗമനം അത്ര പന്തിയായുള്ളതല്ല എന്ന് സുഗ്രീവന് തോന്നി. യുദ്ധം ആസന്നമായിരിക്കുന്ന സമയം. അപ്പോൾ ശത്രുവിന്റെ പക്ഷത്ത് നിന്നിട്ട് ഒരാൾ അമാത്യന്മാരുമായി ഇങ്ങോട്ട് വന്നിരിക്കുന്നു. ഏതെങ്കിലും ഒരാളല്ല, ശത്രുവിന്റെ നേരെ അനുജൻ തന്നെ, ജന്മനാ രാക്ഷസൻ. അപ്പോൾ ഈ സാഹചര്യങ്ങളൊക്കെ വെച്ച് ചിന്തിക്കുമ്പോഴേക്കും അയാളെ സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ് ശാസ്ത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. വിശ്വേശ, രാക്ഷസൻ മായാവി എത്രയും വിശ്വാസയോഗ്യനല്ലെന്നത് നിർണയം. രാക്ഷസന്മാർ മായാവികളാണ്,
ചതിവ് പ്രയോഗിക്കുന്നതിൽ അങ്ങേയറ്റം സമർത്ഥരാണ്. അതിലവർക്ക് യാതൊരു മനസാക്ഷിക്കുത്തുമില്ല. അതുകൊണ്ട് രാക്ഷസന്മാരെ വിശ്വസിക്കാൻ പാടില്ല. അതിനാൽ വിഭീഷണൻ പറഞ്ഞതായി ഈ വാക്കുകളെ അങ്ങൊരിക്കലും മുഖവിലേക്ക് എടുക്കരുത്. അവൻ നമ്മുടെ സമീപത്ത് നാം നൽകുന്നതായ അഭയം സ്വീകരിച്ച് ഇവിടെ കഴിയും. എന്നിട്ട് നമ്മെ ഏതെങ്കിലും പ്രകാരത്തിൽ അപകടത്തിൽപ്പെടുത്തും. ഛിദ്രം കുറഞ്ഞെന്നു കാൺകിലും നമ്മുടെ നിദ്രയിലെങ്കിലും നിഗ്രഹിച്ചിടുമേ. അവസരം എപ്പോഴെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അവൻ നമ്മെ നിഗ്രഹിക്കും. അവസരമൊന്നും കിട്ടിയില്ലെങ്കിലോ എങ്കിൽ പോലും അവൻ നാം ഉറങ്ങുന്ന അവസരത്തിലെങ്കിലും നമ്മെ ചതിക്കും. അതുകൊണ്ട് അവനെ വിശ്വസിക്കാൻ പാടില്ല. ശത്രുപക്ഷത്തുള്ള ആളുകളെ ഒരിക്കലും വിശ്വസിക്കരുത്. രാജാവിൻ്റെ നയതന്ത്രങ്ങളെ ആസ്പദമാക്കിക്കൊണ്ട് സ്പഷ്ടമായി രാമനോട് പറഞ്ഞു. ഈ അവസരത്തിൽ വിഭീഷണനെ അറിയുന്ന ഒരാൾ അവിടെ ഉണ്ട്. അത് വേറെ ആരുമല്ല, ആഞ്ജനേയനാണ്. ആഞ്ജനേയൻ ലങ്കയിൽ ചെന്നപ്പോഴേക്കും ആ ലങ്കയിലെ സാഹചര്യങ്ങളെല്ലാം അറിഞ്ഞു. അവിടെയുള്ള ആളുകൾ അവരുടെ പ്രകൃതങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ സുഗ്രീവനെക്കുറിച്ച് വിഭീഷണനെക്കുറിച്ച് വളരെ വിശേഷമായിട്ട് ആഞ്ജനേയൻ മനസ്സിലാക്കി. രാവണന്റെ അനുജനാണ്, എങ്കിലും ഭഗവത് ഭക്തനാണ്. ഭഗവത് ഭക്തന്മാരുടെ ദിനചര്യയാണ് അദ്ദേഹത്തിൻ്റേത്. വേദപാഠവും പൂജാതികർമ്മങ്ങളും സാത്വികമായിരിക്കുന്ന അനുഷ്ഠാനങ്ങളും ഒക്കെയാണ് വിഭീഷണന്റെ പ്രത്യേകതകൾ. അങ്ങനെ വിഭീഷണനെക്കുറിച്ച് നല്ല അഭിപ്രായം ആഞ്ജനേയനുണ്ട്. ആഞ്ജനേയനെ കൊല്ലണമെന്ന് പുറപ്പെട്ട രാവണനെ തടഞ്ഞത് വിഭീഷണനാണ്. ദൂതനാണ് ഈ വന്നു നിൽക്കുന്നത്, ദൂതനെ കൊല്ലാൻ പാടില്ല, അതൊരിക്കലും രാജാക്കന്മാർക്ക് യോജിച്ചതല്ല എന്ന് വിഭീഷണൻ രാവണനോട് വ്യക്തമായി പറഞ്ഞു. അപ്പോഴാണ് വാലിൽ തീ കൊളുത്തി അടയാളം വരുത്തി വിടാനായിട്ട് രാവണൻ രാക്ഷസന്മാർക്ക് നിർദ്ദേശം നൽകിയത്. അപ്പോൾ ഇങ്ങനെ വിഭീഷണനെക്കുറിച്ച് വളരെ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട് മാരുതി. അനേരമുത്തായ വന്ദിച്ചു മാരുതി. അവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന ആ വാനരവീരന്മാരിൽ ഒരാളായ മാരുതി എണീറ്റു. എന്നിട്ട് രാമനെ വന്ദിച്ചു. എന്നിട്ട് ചൊന്നാൻ, വിഭീഷണൻ ഉത്തമ എത്രയും. ഈ വിഭീഷണനെ എനിക്കറിയാം. അങ്ങേറ്റവും ഉത്തമ പ്രകൃതിയായിട്ടുള്ള വ്യക്തിത്വമാണ് വിഭീഷണൻ്റേത് എന്ന് മാത്രമല്ല, വേറൊരു കാര്യം കൂടിയുണ്ട്. വന്ന് ശരണം ഗമിച്ചവൻ തന്നെ നാം നന്ന് രക്ഷിക്കുന്നതെന്ന് എന്നുടെ മതം. നമ്മളുടെ അടുത്ത് ശരണം ചോദിച്ചു വന്നയാളാണ്. അങ്ങനെയുള്ള ആളിനെ രക്ഷിക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ആരായിക്കൊള്ളട്ടെ, ആര് തന്നെ ആയിരുന്നാലും ആ ആളിനെ തിരസ്കരിക്കാൻ പാടില്ല. ശത്രുവിൻ്റെ അനുജനാണ് എന്ന് കരുതിയിട്ട് തിരസ്കരിക്കാൻ പാടില്ല. അവരുടെ കൂട്ടത്തിൽ നല്ല ആളുകളും ഉണ്ട് എന്ന് മനസ്സിലാക്കണം. നക്തഞ്ചരാന്വയത്തിങ്കൽ ജനിച്ചവർ ശത്രുക്കൾ ഏവരും എന്ന് വന്നിടുമോ? അജനൻ ചോദിക്കാണ്. രാക്ഷസ വംശത്തിൽ പിറന്ന ആളുകൾ എല്ലാവരും ശത്രുക്കളായി തീരുമോ? ഒരിക്കലുമില്ല. നല്ലവരുണ്ടാം അവരിലും എന്നുള്ളത് എല്ലാവരും നിരൂപിച്ചു കൊള്ളണമേ. രാക്ഷസന്മാരുടെ കൂട്ടത്തിലും ആ വംശത്തിലും നല്ല ആളുകളുണ്ടാകും. ഇക്കാര്യം എല്ലാ ആളുകളും വളരെ സ്പഷ്ടമായി മനസ്സിലാക്കണം, വിചാരിക്കണം. ജാതി നാമാദികൾക്കല്ല ഗുണഗണഭേദമെന്നത്രേ ബുധന്മാരുടെ മതം. അറിവുള്ള ആളുകളുടെ അഭിപ്രായം അതാണ്. ഒരാളുടെ മഹത്വവും ഒരാളുടെ നിന്ദനീയതയും ജാതിയെ ആശ്രയിച്ചല്ല നിശ്ചയിക്കേണ്ടത്, പിന്നെയോ അയാളുടെ സ്വഭാവ ഗുണത്തെ ആസ്പദമാക്കിയിട്ടാണ്. ജാതിക്കെതിരെ അനേകം
പരാമർശങ്ങൾ, ജാതിയുടെ പേരിലുള്ള ഉച്ചനീചത്വങ്ങൾക്കെതിരെയുള്ള പരാമർശങ്ങൾ വാൽമീകി രാമായണത്തെ അനുകരിച്ച് വരുന്ന ഈ അധ്യാത്മരാമായണം, വാൽമീകി രാമായണത്തിൻ്റെ ആധ്യാത്മികമായ അർത്ഥത്തെ പിന്തുടരുന്ന അധ്യാത്മരാമായണത്തിൻ്റെ സ്വതന്ത്രവർത്തനമായ ഈ അധ്യാത്മരാമായണം അനേക സ്ഥലങ്ങളിൽ വ്യക്തമായി പ്രകടമാക്കുന്നുണ്ട്. ജാതിയുടെ പേരിലുള്ള ഉച്ചനീചത്വങ്ങളെ നിരസിക്കുന്നുണ്ട്, കാര്യകാരണ സഹിതം, സന്ദർഭോചിതമായി. ഒരിക്കലും രാമായണത്തിൻ്റെ ആ പ്രത്യേക സന്ദർഭത്തിൽ നിന്നിട്ട് അത് മാറി നിൽക്കുന്നു, ഏച്ചുകെട്ടായി നിൽക്കുന്നു എന്ന് തോന്നില്ല. ആ പ്രകാരത്തിൽ സന്ദർഭോചിതമായിട്ട് ജാതിക്കെതിരെ എഴുത്തച്ഛൻ സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാം. ജാതിയുടെ പേരിലുള്ള ഉച്ചനീചത്വങ്ങൾ നിലനിന്നിരുന്ന ആ കാലത്ത് എഴുത്തച്ഛൻ ശക്തമായി അധ്യാത്മരാമായണത്തോട് സംസാരിച്ചു, ഭാരതം കിളിപ്പാട്ടിലൂടെ സംസാരിച്ചു, ഹരിനാമകീർത്തനത്തിലൂടെ സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളും അങ്ങനെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗുരുകുലത്തിലെ എല്ലാ ജാതിയിൽപ്പെട്ട ആളുകൾക്കും വിദ്യാഭ്യാസം അദ്ദേഹം നൽകി. ഏതെല്ലാം ശാസ്ത്രങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണോ അവിടെ ഓരോരുത്തരും ചെന്നിരുന്നത്, ആ ശാസ്ത്രങ്ങളെല്ലാം അദ്ദേഹം പഠിപ്പിച്ചു. അതിൽ വളരെയേറെ ശത്രുത അന്നത്തെ ജാതി മേൽക്കോയ്മയ്ക്ക് അദ്ദേഹത്തിനെതിരെ ഉണ്ടായി. അതിൻ്റെ പ്രതിഫലനം തുടർന്ന് സംഭവിക്കുകയും ചെയ്തു. ഇവിടെ നമ്മൾ അധ്യാത്മരാമായണത്തിലെ ഈ ഘട്ടത്തിൽ ജാതിയുടെ പേരിലുള്ളതായ ഉച്ചനീചത്വാദി സങ്കല്പങ്ങളെ മുഴുവൻ എഴുത്തച്ഛൻ സ്പഷ്ടമായി നിരസിക്കുന്നത് കാണാം. അതും ആഞ്ജനേയനെ കൊണ്ട് തന്നെ പറയിക്കുന്നു. അതുകൊണ്ട് ആ അഭിപ്രായത്തിന് വളരെയേറെ ബലം കൂടും. ജാതിനാമാദികൾക്കല്ല ഗുണഗണഭേദമെന്നത്രേ ബുധന്മാരുടെ മതം. രാമായണത്തിൽ ബ്രാഹ്മണ്യ മേൽക്കോയ്മയുണ്ട് എന്നൊക്കെ രാമായണം കാണാതെ, രാമായണം വായിക്കാതെ ആക്ഷേപം ഉന്നയിച്ച് നടക്കുന്ന പല വിപ്ലവകാരികളും ഇപ്പോൾ ധാരാളമുണ്ട്. അവർ അത്തരം വിപ്ലവ വായാടിത്തങ്ങളുമായിട്ട് വരുന്ന അവസരത്തിൽ അവരോട് അധ്യാത്മരാമായണം നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഈദൃശമായ സന്ദേശങ്ങളെ നാം സ്നേഹബുദ്ധിയ കേൾപ്പിച്ചു കൊടുക്കണം. ശ്രീരാമചന്ദ്ര മഹാപ്രഭു ആഞ്ജനേയൻ്റെ വാക്കുകളെ കേട്ടു. അദ്ദേഹം സന്തോഷിച്ചു. അദ്ദേഹം ഉടനെ തന്നെ പറഞ്ഞു, മാരുതി ചെന്നത് ഉപപന്നം എത്രയും വീരാവിഭാകരപുത്ര വരികടോ. സുഗ്രീവനോട് പറയാണ്. ആഞ്ജനേയൻ പറഞ്ഞത് ഏറ്റവും യോജിക്കുന്നതാണ്, യുക്തിസഹമാണ്. ഇനി സുഗ്രീവൻ മാത്രമല്ല, എല്ലാവരും കേട്ടുകൊള്ളുക. സകല വനരവീരന്മാരും ജാമ്പവതാദി നീതിജ്ഞവരന്മാരെ നിങ്ങളെല്ലാവരും കേട്ടുകൊള്ളുവിൻ. രാജാവിൻ്റെ ധർമ്മം എന്താണ് എന്ന് ശ്രീരാമചന്ദ്രൻ പറയുന്നത് എഴുത്തച്ഛൻ്റെ കിളിമകളുടെ കണ്ഠത്തിലൂടെ നാം ഇപ്പോൾ ശ്രവിക്കും. ഉർവീശനായാൽ അവൻ ആശ്രിതന്മാരെ സർവശോ രക്ഷയേത് ശുനശ്വപചാനവി. രാജാവായാൽ എങ്ങനെ വേണം? ആരൊക്കെയാണോ ആശ്രയിച്ചു വരുന്നത് അതാര് തന്നെ ആയിക്കൊള്ളട്ടെ, വെറും ഒരു ശുഭജനായാൽ പോലും, ചണ്ടാളനായാൽ പോലും അയാളെ രക്ഷിക്കണം രാജാവ്. ബ്രാഹ്മണനും ചണ്ടാളനും തമ്മിൽ രാജാവിൻ്റെ കണ്ണിലെ ഒരു പ്രകാരത്തിലും ഭേദമുണ്ടാകാൻ പാടില്ല. എല്ലാവരെയും രക്ഷിക്കുക എന്നുള്ളത് രാജാവിൻ്റെ ധർമ്മം. ആശ്രയിക്കുന്ന ആളുകളെ രക്ഷിക്കാത്ത രാജാവ് ശത്രുവാണ് എന്ന് വേദശാസ്ത്രങ്ങൾ നമ്മോട് പറഞ്ഞു കേൾപ്പിക്കുന്നു. ആരാണോ ആശ്രയം ചോദിച്ചു വരുന്നവർ രക്ഷിക്കുന്നത്, അവര് അശ്വമേധം ചെയ്ത പുണ്യവാനാണ്. പവിത്രമായ യജ്ഞകർമ്മമാണ് അശ്വമേധം. അത് എളുപ്പത്തിൽ ആർക്കും ചെയ്യാൻ കഴിയുന്ന കാര്യവും അല്ല. വളരെയേറെ ശേഷിയും സംഘടനാപാഠവും ഇച്ഛാശക്തിയും ഒക്കെ ഉണ്ടാവണം. അങ്ങനെയുള്ളതായ അശ്വമേധം ചെയ്ത പുണ്യവാനാണ് ആശ്രയം ചോദിച്ചു വരുന്നയാളിനെ രക്ഷിക്കുന്നത്. അല്ലയോ സുഗ്രീവ, അല്ലയോ ജാമ്പവതാദികളെ, നിങ്ങൾ ഇക്കാര്യം മനസ്സിരുത്തി ചിന്തിക്കണം. എന്നിട്ട്
ഉദാഹരണ കഥയും അദ്ദേഹം അവിടെ കേൾപ്പിക്കുന്നുണ്ട്. ഒരു പക്ഷിയുടെ കഥ. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം സ്പഷ്ടമായി പറയുന്നു, എന്നെ ശരണമെന്ന് ഓർത്തിങ്ങു വന്നവനെന്നും അഭയം കൊടുക്കുമതേയുള്ളൂ. രാമന്റെ പ്രഖ്യാപനമാണ്. എന്നെ ശരണം പ്രാപിക്കുന്നവർ ആര് തന്നെയായാലും അവർക്ക് ഞാൻ അഭയം കൊടുക്കും. എന്ന് തന്നെയായാലും, എവിടെ വെച്ച് തന്നെയായാലും, ഏത് സാഹചര്യത്തിലായാലും ഞാൻ അവർക്ക് അഭയം കൊടുത്തിരിക്കും. പിന്നെ സുഗ്രീവൻ പറഞ്ഞല്ലോ, ഇവൻ അഭയം കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ ചതിക്കും, ഉറക്കത്തിലെങ്കിലും കൊന്നുകളയും എന്നൊക്കെ. നിങ്ങളെല്ലാവരും ശ്രദ്ധാപൂർവം കേട്ടുകൊള്ളുക. എന്നെ ചതിപ്പതിന് ആരുമില്ലെങ്ങുമേ. എന്നെ ചതിക്കാൻ ഈ ലോകത്തിൽ ആർക്കും ശേഷിയില്ല. അങ്ങനെ ഒരു ഭയം ആർക്കും വേണ്ട. ഈ ലോകത്തെ ഒരു നിമിഷം കൊണ്ട് നിർമ്മിക്കാനും, ഈ ലോകത്തെ നിരന്തരം പ്രവർത്തിപ്പിക്കാനും, ഈ ലോകത്തെ ഒരു നിമിഷം കൊണ്ട് ഉപസംഹരിക്കാനും ശേഷിയുള്ള എനിക്ക് ഈ ലോകത്തിൽ ആരുടെ ചതിയെക്കുറിച്ച് ചിന്തിച്ചാണ് ഭയക്കേണ്ടതായിട്ടുള്ളത്? ആരും അങ്ങനെ എന്നോട് പ്രവർത്തിക്കുമെന്നുള്ള ഭയം എനിക്കില്ല, ആവശ്യമില്ല. ആർക്കും എന്നെ ചതിക്കാനാവില്ല. അതുകൊണ്ട് അലയോ സുഗ്രീവ, വന്നിടുവാൻ ചൊൽക അവനെ മടിയാതെ. വന്നിടുവാൻ ചൊല്ല അവനെ മടിയാതെ. ആ വിഭീഷണനോട് പോയി നീ തന്നെ പറയുക വരാനായിട്ട്. അല്പം പോലും മടി ആവശ്യമില്ല. വേണോ വേണ്ടയോ എന്നുള്ള പരിഭ്രമമൊന്നും വേണ്ട. സുഗ്രീവ, നീ ചെന്ന് അവനെ വരുത്തുക. ആ വിഭീഷണനെ ആരാണ് ഇവിടെ സ്വീകരിച്ച് കൊണ്ടുവരേണ്ടത്? അതിനുള്ളതായ അധികാരം അല്ലയോ സുഗ്രീവ അങ്ങയ്ക്കുള്ളതാണ്. അതുകൊണ്ട് അങ്ങ് തന്നെ പോയി വിളിച്ചു കൊണ്ടുവരിക. നിങ്ങൾ തമ്മിൽ അത്രയേറെ ചങ്ങാത്തം ഉണ്ടാവണം. അതിനാൽ അങ്ങ് തന്നെ പോയി വിളിച്ചു കൊണ്ടുവരിക. എന്നെ ശരണം ഗമിക്കുന്നവർക്ക് ഞാൻ എന്നും അഭയം കൊടുക്കും അതിദ്രുതം. രാമന്റെ പ്രഖ്യാപനമാണിത്. എന്നെ ശരണം പ്രാപിക്കുന്നവർക്ക് ആർക്കാകിലും ഞാൻ ഉടനെ തന്നെ അവർക്ക് അഭയം കൊടുക്കും. അങ്ങനെ അഭയം കൊടുത്തു കഴിഞ്ഞാലോ പിന്നെ അവർക്കൊരു സംസാര ദുഃഖവും വന്നുകൂടാ. നൂനമെന്നും അറിയുക നീ. പിന്നെ അവർക്ക് ഒരു പ്രകാരത്തിലുള്ള ദുഃഖവും ഈ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഇങ്ങനെ ശ്രീരാമചന്ദ്ര മഹാപ്രഭു അമൃത തുല്യമായിട്ടുള്ളതായ വാക്കുകൾ പറയുമ്പോൾ അത് കേട്ട് സുഗ്രീവന്റെ മനസ്സ് വളരെയേറെ സന്തോഷിച്ചു. അതേ ഉടനെ തന്നെ ചെന്ന് വിഭീഷണനെ വിളിച്ചുകൊണ്ടുവന്നു. വിഭീഷണനാകട്ടെ വളരെയേറെ സന്തോഷത്തോടു കൂടിയിട്ട് ശ്രീരാമ പാദാന്തികെ വീണ് സാഷ്ടാംഗം ആരൂഢമോദം നമസ്കരിച്ചിടിനാൻ. രാമന്റെ പാദങ്ങൾക്ക് മുന്നിൽ എത്തിച്ചേർന്ന് സാഷ്ടാംഗമായി നമസ്കരിച്ചു. എന്നിട്ട് രാമനെ വിഭീഷണൻ സ്തുതിക്കുന്നു.